Yeah, yeah. Hello. 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 Yeah. Good afternoon. Good afternoon, sir. Uh, രണ്ടുപേർക്കും ഓഡിബിൾ ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആണ് സാറേ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ഡേയില് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ അല്ലെ. അപ്പോ അതില് നമ്മള് ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഏത് ബ്രോക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നു, മെറ്റാ ട്രേഡർ 5നെ കുറിച്ച് പറഞ്ഞു തന്നു അല്ലെ. അപ്പോ ഇനി നമ്മള് നേരെ ബേസിക്സിലോട്ട് കടക്കുവാണ്. നമുക്കിനി അതെ. ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം? ഫോറക്സിനെ കുറിച്ച് മനസ്സിലാക്കണം, ഫോറക്സ് മാർക്കറ്റ് എന്താന്ന് മനസ്സിലാക്കണം. ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ചിലപ്പം പല കാര്യങ്ങളും, ഈ ബേസിക്സിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മുന്നേ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ. അപ്പോ ഇത് മാക്സിമം എന്ത് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ എല്ലാ ക്ലാസ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്, റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ ഓക്കെ. സോറി കേട്ടോ, ലാഗിന് സോറി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കണേ. ഓക്കെ. ഞാൻ എന്തായാലും ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഫോറക്സ് എന്നുള്ളത് പറയാം. നമ്മൾ ഓൾറെഡി ഒരു ഐഡിയ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നിരുന്നു, കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അല്ലെ. ഇപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏതൊക്കെ സെഷൻസ് ആണുള്ളത് എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡിൽ നമുക്ക് എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ മേജർ ആയിട്ടുള്ള എക്കണോമിക് ഇവന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, ഏതൊക്കെ ടൈമിലാണ് എക്കണോമിക് ഇവന്റ്സ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ടൈമിലാണ് എക്കണോമിക് ഇവന്റ്സ് നടക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കി വെക്കാനാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. ഓക്കെ. അപ്പോ നേരെ സെഷൻ തുടങ്ങാം. അപ്പൊ ആദ്യം ഈ ഒരു PDF ആദ്യത്തിൽ കുറച്ച് എക്കണോമിക് ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഡേയിൽ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് ഫോറക്സ്. ഫോറക്സ് മാർക്കറ്റിന്റെ ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിന്റെ ബേസിക്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ടെർമിനോളജീസ്, പല ടെർമിനോളജീസും ഉണ്ടാകും. നമ്മൾ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസിൽ ചില ടെർമിനോളജീസ് ഒക്കെ നമ്മളവിടെ യൂസ് ചെയ്യും. പിപ്പ് എന്താണ്, സ്പ്രെഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലോട്ട് സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ബേസിക്സ് ഓഫ് ഫോറക്സിൽ ആദ്യം പറയാനുള്ളത്, ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ. ഫോറക്സ് എന്നുള്ള ഒരു വേർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ്. അഥവാ ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഈ ഒരു ഫോറക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു രാജ്യങ്ങൾ തമ്മിൽ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഇവിടെ കറൻസീസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമ്മളൊരു എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു ലെറ്റ്സ് സേ നമ്മളൊരു എക്സ്ചേഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാം ഇവിടെ സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ആവുന്നത് ഏതിലാണ്? AED-യിലാണ് അല്ലെ, ദിർഹംസിലാണ്. ഈ ഒരു ദിർഹംസിൽ നിന്നും നമ്മൾ നേരെ കൺവേർട്ട് ചെയ്യുന്നത് ഏതിലോട്ടാണ്? നമ്മൾ INR-ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ INR-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് ത്രൂ ആണ്? നമ്മളൊരു എക്സ്ചേഞ്ച് ത്രൂ ആണ് ചെയ്യുന്നത് അല്ലെ. അതെ. എക്സ്ചേഞ്ച് ത്രൂ അല്ലേ ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും അല്ലെ, ഒരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. ഇങ്ങനെ ഓരോ കൺട്രീസിന്റെ കറൻസീസിന് എന്തുണ്ട്? ഓരോരോ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോ ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഏത് ത്രൂ ആണ്? ഇലക്ട്രോണിക്കലി എന്ത് ചെയ്തതാണ്, സെറ്റപ്പ് ചെയ്താണ് അല്ലെ. ഇപ്പൊ എയ്ഡിൽ നിന്ന് INR-ലോട്ട് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ INR-ൽ നിന്ന് എയ്ഡിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ. അത് ഇലക്ട്രോണിക്കലി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ വേണമെന്നില്ല, ലാപ്ടോപ്പ് വേണമെന്നില്ല, നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ, വിത്ത് എ ഡിവൈസ് വിത്ത് പ്രോപ്പർ നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതല്ലെങ്കിൽ കറൻസീസ് വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടി പറ്റും. അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഫോറക്സിന്റെ ബേസിക്സ്. ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്, ഒരു കറൻസി വേറൊരു കറൻസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4 ക്വാഡ്രില്യൺ എമൗണ്ടിൽ ഓളം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം $6.6 ട്രില്യൺ ക്യാപിറ്റലൈസേഷൻ ഡെയിലി ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു മാർക്കറ്റ് ആയിട്ടാണ് ഇതിന് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഏത്, ഈ ഒരു ഫോറക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഫോറക്സിന്റെ ബേസ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഫോറക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് അല്ലെ, നമ്മളെ കൂടാതെ ഒരുപാട് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്കറിയാം, ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമുക്കൊരു ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇല്ല നമുക്ക് ഇല്ല. ഇലക്ട്രോണിക്കലി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം, ഒരു ബ്രോക്കറുടെ ഹെൽപ്പ് വേണം. നമ്മൾ ചൂസ് ചെയ്ത ബ്രോക്കർ ഏതാ, എക്സി മാർക്കറ്റ് എന്ന് പറയുന്ന ബ്രോക്കർ. ഇവരെന്ത് ചെയ്യും, ഈ എക്സി മാർക്കറ്റ് എന്ന് പറയുന്ന ബ്രോക്കർ നേരെ നമ്മളെ ആരുമായിട്ട് കണക്ട് ചെയ്ത് തരും, ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡർ സെർവറുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് തരും. ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള MT5, മെറ്റാ ട്രേഡർ 5 പോലുള്ള സോഫ്റ്റ്വെയർസിലോട്ട് ആക്സസ് കിട്ടുകയും അത് ത്രൂ നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സ് ആണ്. ഇവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ജ് ഫണ്ട്സ് ആണ്. ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് മണിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ലെറ്റ്സ് സേ നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ ആയിട്ട് ഒരു $50,000 ക്യാപിറ്റൽ അല്ലെങ്കിൽ $5,000 ക്യാപിറ്റലോ $50,000 ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാലും അതെന്താണ്, വളരെ ചെറിയ ക്യാപിറ്റലാണ്. കാരണം ഞാൻ പറഞ്ഞു $6.6 ട്രില്യൺ ട്രാൻസാക്ഷൻ, ഡെയിലി ട്രാൻസാക്ഷൻ എന്ത് നടക്കുന്നുണ്ട്, ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു $50,000 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ക്യാപിറ്റൽ ആണ് അല്ലെ. ഈവൻ $1 million ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതെന്താണ്, വളരെ കുറഞ്ഞ ഒരു ക്യാപിറ്റൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോറക്സ് മാർക്കറ്റിൽ കണക്കാക്കപ്പെടുന്നത്. ഈ ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 billion കമ്പനികളാണ്. ലാർജ് എമൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുന്ന ലാർജ് കമ്പനീസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വേൾഡില് ബാർക്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ ട്രേഡിംഗ് ഫേംസ് ഉണ്ട്. അപ്പൊ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇവര് ഒരുപാട് ട്രേഡേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്, ഒരുപാട് ക്യാപിറ്റൽ വെച്ച് അവിടെ ട്രേഡ് ചെയ്യുവാണ്. അപ്പൊ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ UAE തന്നെ ഒരുപാട് ഹെഡ്ജ് ഫണ്ട്സ് ഉണ്ട്. ഇപ്പോ ഈവൻ നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന ബിൽഡിംഗ് API ടവറിലാണെന്നുണ്ടെങ്കിലും അതിൽ തന്നെ ഒരുപാട് ഹെഡ്ജ് ഫണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് മണിയിൽ ട്രേഡ് ചെയ്യുന്നവരാ. അത്രയും മാർജിൻ കീപ്പ് ചെയ്ത് വലിയ എമൗണ്ടിൽ വലിയ ഹ്യൂജ് ലോട്ടുകൾ പ്ലേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ഹെഡ്ജ് ഫണ്ട്സിനെയാണ് ഓൾസോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്നും അറിയപ്പെടും. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് എന്നും ഈ ഒരു ഹെഡ്ജ് ഫണ്ട്സിനെ അറിയപ്പെടും. അപ്പോ ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഫുട് പ്രിന്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ സ്ട്രാറ്റജി. ഇവരുടെ സ്ട്രാറ്റജി എന്നല്ല, ഇവര് മാർക്കറ്റിൽ ഓരോരോ മൂവ്മെന്റ്സ് നടത്തുന്ന സമയത്ത്, അതായത് ഏതൊരു ഏരിയയിൽ നിന്നും നമ്മളൊരു ബൈ നടത്തി കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. വലിയ രീതിയിൽ ബൈ നടന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. വലിയ രീതിയിൽ സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിൽ താഴെ പോകും. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെഡ്ജ് ഫണ്ട്സ് എന്ത് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റും അല്ലെ. ചാർട്ടിൽ നമുക്ക് മനസ്സിലാവും എന്ത്, അത് നമ്മൾ മനസ്സിലാക്കലാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കലാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആരാണ്, ഹെഡ്ജ് ഫണ്ട്സ് ആണ്. ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണ്. ഓക്കെ, തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റേഴ്സ് ആണ്. സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു
കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസെപ്റ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു കറൻസിയും ഇപ്പോൾ AED/INRന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? AED/INRന്റെ വാല്യൂ എത്രയാ? ഏകദേശം എത്ര വാല്യൂ? 22.6. അല്ലെ 22.5 22.6 അല്ലെ, ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇതൊരു ഒറ്റയടിക്ക് 30 എത്തുമോ? ഇല്ല. ഇല്ല. ഒറ്റയടിക്ക് 14 കയറുമോ? ഇല്ല. ഇല്ല. ഇതെന്താണ്? എപ്പോഴും ഇതിനെന്തുണ്ടാവും? ഒരു റേഞ്ച് ഉണ്ടാവും, ഒരു ബാലൻസിങ് ഉണ്ടാവും. ഓക്കെ, ഇതിനെങ്ങനെ എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്തും. ഇതെങ്ങനെയാ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്? ഇത് എന്തിന്റെ ബേസിലാണ് ഇത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്? ഇത് ഒന്ന് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജ്യത്തിന്റെ AED/INR ആണെങ്കിൽ ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കൂടാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ നടക്കുന്നുണ്ടോ? ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കൂടണമെങ്കിൽ ഇന്ത്യയിൽ നല്ല GDP വേണം അല്ലെ? ഇന്ത്യയിൽ അതെ. നല്ല GDP വേണം. ഇന്ത്യയിൽ നല്ല എക്കണോമിക് ഡാറ്റകൾ പുറത്തു വരണം അല്ലെ? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയണം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി വേണം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യതകൾ കൂടണം, ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കുറയണം അല്ലെ? അങ്ങനെ ഒരുപാട് ഫാക്ടുകൾ ഉണ്ട്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ സ്പെക്കുലേഷൻസ് എന്ത് ചെയ്യും? നടക്കുകയും അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? കറൻസിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്തതും കാണാം. ഓക്കെ, അപ്പോ അങ്ങനെ കറൻസിന്റെ വാല്യൂവിന് എപ്പോഴും എന്തുണ്ട്? ഒരു റേഞ്ച് ഉണ്ട്. ഓൾ ഓഫ് എ സഡൻ സീറോയിലോട്ടോ അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നല്ല രീതിയിൽ മുകളിലോട്ടോ പോവില്ല. ഓക്കെ, അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് സെൻട്രൽ ബാങ്ക്സ്. സെൻട്രൽ ബാങ്ക്സിന് ഫോറക്സ് മാർക്കറ്റ് നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഈ ഒരു സെൻട്രൽ ബാങ്ക്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റുകളുടെ കട്ട്, അതായത് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയും റേറ്റിൽ ചേഞ്ചസ് വരുത്തുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക്സിന് എന്തുണ്ട്? ഫോറക്സ് മാർക്കറ്റിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ്ജ് ഫണ്ട്സിനെ പോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 4 കാറ്റഗറി. 5ാമത്തെ കാറ്റഗറി നമ്മൾ തന്നെയാണ്, റീറ്റെയിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഈ ഒരു 5ാമത്തെ കാറ്റഗറി പെടുന്ന നമ്മൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇവരുമായിട്ട് ബാറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരുമായിട്ട്? ഹെഡ്ജ് ഫണ്ട്സിന്റെയും അതുപോലെ തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സുമായിട്ട് നമ്മൾ ബാറ്റിൽ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമുക്കിവിടെ സക്സീഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ ഫുട് പ്രിന്റ് മനസ്സിലാക്കുകയും അത് പ്രകാരമുള്ള ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഫോറക്സ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബ്രോക്കർ, രണ്ടാമത്തത് ഹെഡ്ജ് ഫണ്ട്സ്, സ്പെക്കുലേറ്റേഴ്സ്, സെൻട്രൽ ബാങ്ക്സ്, ദെൻ ലാസ്റ്റ് വൺ റീറ്റെയിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, ക്ലിയർ ആണോ? അതെ അതെ. ഓക്കെ, ഓക്കെ ദെൻ സർ. ഓക്കെ. നെക്സ്റ്റ് കാര്യം പറയുന്നത്, ഇതെല്ലാം ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് പോകാനേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്നുള്ളത്. ഒന്നുമില്ല, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു 6.6 ട്രില്യന്റെ ഡെയിലി ട്രാൻസാക്ഷൻ. ഇത് 2021 ഡാറ്റ പ്രകാരം 6.6 ട്രില്യന്റെ ഡെയിലി ട്രാൻസാക്ഷൻ, ആവറേജ് ഡെയിലി ട്രാൻസാക്ഷൻ ആണ്. ആവറേജ് ഡെയിലി ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫോറക്സ് മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ പൊതുവെ എന്തായിരിക്കും? ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാധനം ബൈ ചെയ്യണമെങ്കിൽ വേറൊരാൾ നമുക്ക് വിൽക്കണം അല്ലെ? എൻ്റെ അടുത്ത് ഒരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ എനിക്കത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ വാങ്ങിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ വിൽക്കാനും വാങ്ങിക്കാനുള്ള ഓർഡേഴ്സ് അവിടെ ഉണ്ടാവുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയാ. വിൽക്കാനും വാങ്ങിക്കാനുള്ളതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയാ. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ എന്തുണ്ടാവും? എപ്പോഴും ഹൈ ലിക്വിഡിറ്റി ഉണ്ടാവും. കാരണം എന്താ? അത്രയും ഡെയിലി ട്രാൻസാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രേഡേഴ്സ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും അവിടെ ഉണ്ടാവും. ഓക്കെ, അടുത്ത ഒന്ന് പറയുന്നത് മാർക്കറ്റ് ഈസ് ഓപ്പൺ 24/5, സോ യു ക്യാൻ ട്രേഡ് എനി ടൈം യു വാണ്ട്. ഈ ഒരു മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എന്താണ്? ഓപ്പൺ ആണ്. ഓക്കെ, 24 അവേഴ്സും വീക്കിലി 5 ഡേയ്സും ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബിസിനസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ? ഇപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നത് 9 to 3 ആണ്. ഓക്കെ, 9 to 3 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഇപ്പൊ ഈവൻ ഞാൻ എന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ
കോളേജസിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, ലൈവായിട്ട് ട്രേഡ് ചെയ്യാനുണ്ടാവുന്ന സമയങ്ങളൊന്നും കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എന്തുണ്ട്, 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ വരുന്നത് പോസിബിലിറ്റി ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ലോ ക്യാപിറ്റൽ. ഇത് എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ $100 മുതൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വിത്ത് ഹൈ ലിവറേജ് ആണ്. പക്ഷെ അത് നമുക്ക് എന്തല്ല, ആസ് എ ഒരു ട്രേഡറെ ബിൽഡ് ചെയ്യാൻ നമുക്ക് അവിടുന്ന് പറ്റത്തില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള ലെവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമാണ്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ലെവറേജ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത വണ്ണ് വരുന്നത് കഴിഞ്ഞാൽ ലോ കമ്മീഷൻസ് കമ്പയർഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്മീഷൻ ബ്രോക്കറേജ് കൊടുക്കണം, അതിന് പുറമെ സെബി ചാർജസ് കൊടുക്കണം, സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം, അങ്ങനെ ഒരുപാട് ചാർജസ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കമ്മീഷൻ ഇല്ലാണ്ട് സ്പ്രെഡ് ചാർജസ് മാത്രമുള്ള ഒരു ബ്രോക്കറാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. കമ്മീഷൻ ഇല്ല, ഓൺലി സ്പ്രെഡ് ചാർജസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഹലോ, ചാർജസ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായില്ല. സ്പ്രെഡ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. എന്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് പറയുവാണ് എന്റെ അടുത്ത് മാത്രമേ വിൽക്കാനുള്ളൂ, ഞാൻ മാത്രമേ ഇവിടെ ഒരു വിൽക്കാനുള്ള ഒരാളായിട്ടുള്ളൂ. എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഓൾറെഡി എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ പറയുവാണ് ഇത് ഞാൻ എന്ത് ചെയ്യുള്ളൂ, 102 വിൽക്കുള്ളൂ. 100 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്, പക്ഷെ 100 രൂപ മാർക്കറ്റ് പ്രൈസ് കിട്ടിയാൽ ഞാൻ വിൽക്കൂല, എനിക്ക് 102 കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഒരാൾ വന്നിട്ട് 100 രൂപയുടെ സാധനം ഡയറക്റ്റ് വന്നിട്ട് ഒരു മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് എനിക്കിത് വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്ന സമയത്ത് ഈ 100 രൂപക്കാണോ കിട്ടുക, 102 രൂപക്കാണോ കിട്ടുക? ആൾക്ക് 102 രൂപയ്ക്ക് കിട്ടുള്ളൂ. കാരണം വിൽക്കാൻ ഞാൻ അവിടെ എത്രയേ ഉള്ളൂ, 102 ഉള്ളൂ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 രൂപയുടെ സ്പ്രെഡാണ്, 2 റുപ്പീസിന്റെ സ്പ്രെഡാണ്. മനസ്സിലായോ? അതാണ് സ്പ്രെഡ്. ബയ്യറും സെല്ലറും തമ്മിലുള്ള ഇടയിലുള്ള ഡിഫറൻസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്കതൊരു സ്റ്റേബിൾ സ്പ്രെഡ് ആയിരിക്കും. ആ ഒരു സ്പ്രെഡ് ചാർജ് ആർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്നത്, ബ്രോക്കറിനാണ് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിലുള്ള ആ ഒരു ചാർജ് പോകുന്നത് ആർക്കാണ്, ബ്രോക്കറിനാണ് പോവുക. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് ആണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു 24 hours ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് 24 hours വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് ബേബി ബിപ്സ് എന്ന് പറഞ്ഞിട്ട് ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതില് ആക്ച്വലി നമുക്ക് 4 സെഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 4 സെഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സിഡ്നി ബേസ്ഡ് സെഷൻ. സിഡ്നി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഒരു സെഷനാണ്. സിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഡ്നി സെഷന് ആദ്യം ഓപ്പൺ ആവും. ഓക്കെ, ഒരു ഡേയിൽ ആദ്യം ഓപ്പൺ ആവുന്നത് ഏതാണ്, സിഡ്നി സെഷനാണ്. ഓക്കെ, ഈ ഒരു സിഡ്നി സെഷന് ഓപ്പൺ ചെയ്യുന്നത് ടൈമിംഗ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഫോറക്സ് മാർക്കറ്റ് ടൈം സോൺ കൺവേർട്ടറിൽ വരിക. ആദ്യം നിങ്ങൾ ഇവിടുത്തെ ടൈം സോൺ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് രാജ്യത്താണോ അത്, ഇപ്പൊ നമ്മൾ UAE ആയതുകൊണ്ട് തന്നെ GMT+4 എന്ന് പറയുന്ന ടൈം സോൺ എടുത്തു. എന്നിട്ട് ഞാനതേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെക്കുവാണ്. ഇപ്പൊ കാണാൻ പറ്റും 1 AM എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട് അല്ലെ. 1 AM സിഡ്നി സെഷൻ ഓപ്പൺ ആവുന്നുണ്ട്. ഈ സിഡ്നി സെഷൻ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് സിഡ്നി സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ 4 മണി ആയപ്പോൾ എന്ത് ചെയ്തു, എഗെയിൻ അടുത്ത സെഷൻ ഓപ്പൺ ആയി അല്ലെ, ഓവർലാപ്പ് ചെയ്തു അല്ലെ, ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷൻ. ഈ ടോക്കിയോ സെഷൻ ഓൾസോ നോൺ ആസ് ഏഷ്യൻ സെഷൻ എന്നുള്ള പേരിലും അറിയപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ അടങ്ങുന്ന ഏഷ്യയിലെ സെഷനാണ് ഇത് ടോക്കിയോ സെഷൻ. അതിനെ ഏഷ്യൻ സെഷൻ അല്ലെങ്കിൽ ടോക്കിയോ സെഷൻ എന്ന് അറിയപ്പെടും. ഓക്കെ, അപ്പോ ടോക്കിയോ സെഷൻ ഓപ്പൺ ആവുന്ന എത്ര മണിക്കാ, 4 മണിക്ക് അല്ലെ, ഏർലി മോർണിംഗ് 4 മണിക്ക് ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് സിഡ്നി ക്ലോസ് ആവുന്നുണ്ട് അല്ലെ, സിഡ്നി 10 മണിയാവുമ്പോ സിഡ്നി ക്ലോസ് ആവുന്നുണ്ട്.
10 മണി AM ആവുന്ന സമയത്ത് സിഡ്നി ക്ലോസ് ആവുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ടോക്കിയോ ക്ലോസ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോ നമ്മളൊരു ട്രേഡർ എന്നുള്ള നിലയ്ക്ക് 1 മണിക്ക് ഇവിടെ ഓപ്പൺ ആയ മാർക്കറ്റ് പിന്നെ നമ്മുടെ കണ്ണിൽ ഇതെന്തില്ല ക്ലോസ് ആവുന്നേ ഇല്ല. ഒരു സെഷൻ ക്ലോസ് ആയി വേറെ സെഷൻ ഓപ്പൺ ആവുന്നതൊന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ടോക്കിയോ ഓപ്പൺ ആയിട്ട് ഇപ്പോഴും ടോക്കിയോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏരിയ എത്തുന്ന സമയത്ത് 11 മണി ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ലണ്ടൻ സെഷൻ ഓപ്പൺ ആവും. നമ്മുടെ 3ാമത്തെ സെഷനാണ് ലണ്ടൻ സെഷന്. അങ്ങനെ ലണ്ടൻ സെഷൻ 11 മണിയാകുമ്പോൾ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലണ്ടൻ സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആര് ക്ലോസ് ചെയ്യും? ടോക്കിയോ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് ലണ്ടൻ സെഷൻ പകുതിക്ക് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവും. ഓക്കെ, ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവുന്ന ടൈം എപ്പോഴാ? 4 മണിക്ക്. ഓക്കെ, 4 മണിയാകുമ്പോഴത്തേക്കും ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് ലണ്ടനും ന്യൂയോർക്കും ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യും. 8 മണിയാകുമ്പോൾ എന്ത് ചെയ്യും? ലണ്ടൻ സെഷൻ ഓഫ് ആവും. അഗെയിൻ 1 AM വരെ ഏത് റൺ ആവും? ന്യൂയോർക്ക്. ന്യൂയോർക്ക് ഓപ്പൺ ആവും. ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇവിടെ ഓപ്പൺ ആയി ഇങ്ങനെ ലൂപ്പായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ആഴ്ചയിൽ 5 ദിവസം 24 മണിക്കൂർ എന്ത് ചെയ്യും? മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. ഞാനിത് വെബ്സൈറ്റ് പറയാനുള്ള കാരണം വെച്ചാൽ ഈ ലണ്ടൻ സെഷന് മേ ബി ഒരു 1 അവർ എന്ത് ചെയ്യും? ഇപ്പുറത്തോട്ട് മാറും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഡേ ടൈം സേവിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? UK-ല് നമ്മുടെ ഡേ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 അവർ എന്ത് ചെയ്യും? അവര് വിന്റർ സമ്മർ സീസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1 അവർ എന്ത് ചെയ്യും? തിരിച്ചു വെക്കും, ചേഞ്ച് ആക്കും, തിരിച്ചു വെക്കും. ഓക്കെ, അപ്പോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടൻ മാർക്കറ്റിന്റെ സെഷൻ എന്ത് ചെയ്യും? അപ്പോ മാറും അല്ലെ? നമ്മളിവിടെ ക്ലോക്ക് തിരിച്ചു വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ GMT+4 സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു 1 അവർ മാറിയിട്ടാണ് എന്ത് ചെയ്യുക? ഇവിടുത്തെ ടൈം സോണിൽ ആ ടൈം വരിക. അത് എല്ലാ സമയത്തും ഉണ്ടാവില്ല. വിന്റർ സമ്മർ സീസണിൽ മാത്രങ്ങൾ ആണ് എന്ത് ചെയ്യുക? അങ്ങനെ ഓരോ ചേഞ്ച് ആണ് വരിക. ഓക്കെ, 3 മന്ത്സോ 4 മന്ത്സോ എന്തോ കൂടുമ്പോഴാണ് ചേഞ്ച് ആവുക. എനിക്കും അത് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിന്റെ അവേഴ്സ് ചേഞ്ച് ആവാറുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് എന്താന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മൾ അവിടെയും പറഞ്ഞത് അല്ലെ? സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് അല്ലെ? 4 അവേഴ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കറൻസി പെയേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു AED INR അല്ലെ? AED INR എന്ന് പറയുന്ന ഒരു കറൻസി. ഇവിടെ എനിക്ക് AED ടു INR അല്ലെ? ഒരു കറൻസി വേറൊരു കറൻസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു കറൻസി വേറെ എന്തെങ്കിലും സാധനത്തിന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫോറക്സ് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കറൻസി വേറെ കറൻസിക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ ഇവിടെ ഫോറക്സ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിട്ടാണ്? കറൻസി പെയേഴ്സ് ആയിട്ടാണ് അല്ലെ? ഒരു കറൻസി അലോൺ ആയിട്ടാണോ? അല്ല, കറൻസി പെയേഴ്സ് ആയിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AED INR ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോ USD അല്ലെ? യൂറോ ടു USD. അതുപോലെ തന്നെ GBP USD എന്ന് പറയുന്നത്. അതുപോലെ USD CAD. ഇതെല്ലാം എന്താണ്? കറൻസി പെയേഴ്സ് ആണ് അല്ലെ? ഒരു കറൻസി നമ്മളിപ്പോ എക്സ്ചേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കും അല്ലെ? ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് റേറ്റ്. ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് അല്ലേ? AED INR-ന് അതേ വാല്യൂ ആണോ USD INR-ന്? അല്ല. അപ്പൊ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരുപാട് അസറ്റ് ക്ലാസുകൾ ഉണ്ട്. അസറ്റ് ക്ലാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറൻസി പെയേഴ്സ്. ഒരുപാട് കറൻസി പെയേഴ്സ് ഉണ്ട്. എല്ലാ കറൻസി പെയേഴ്സിന്റെയും റേറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ എ മെഷർ ഓഫ് കറൻസി വാല്യൂ അഗെയിൻസ്റ്റ് അനദർ. ഒരു കറൻസിന്റെ വാല്യൂ വേറൊരു കറൻസിക്ക് എങ്ങനെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറെ കറൻസിയിൽ ആ ഒരു കറൻസിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് എന്ത് പറയുന്നത്? കറൻസി പെയേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ യു കാണ്ട് ട്രേഡ്
കറൻസി അലോൺ ഓൺലി ആസ് പേയേഴ്സ്. പേയേഴ്സ് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറൻസീസ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EUR/USD അല്ലെ. ഇവിടെ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂറോ എന്ത് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ യൂറോ ആണ്, നമ്മൾ ഇവിടെ EUR/USD ഞാൻ ബൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഞാൻ എന്ത് ചെയ്യുന്നു, യൂറോ വാങ്ങുന്നു. എന്ത് കൊടുത്തിട്ട്, USD. ഡോളർ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, യൂറോ വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ AED/INR ആണെങ്കിൽ എന്താ അവസ്ഥ, INR INR കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുത്തിട്ട് ദിറംസ് വാങ്ങുന്നു അല്ലെ. INR കൊടുക്കുന്നു, ദെൻ ദിറംസ് വാങ്ങുന്നു. അപ്പോ ഒരു ദിറത്തിനാണ് എന്ത് 22.50 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെ റീഡ് ചെയ്യുമ്പോ AED/INR തരുമ്പോ INR കൊടുത്തിട്ട് AED വാങ്ങുന്നു എന്നാണ് പറയുക അല്ലെ. യെസ്, നമ്മള് അതായത് AED/INR എന്ന് പറയുന്ന ഒരു പെയർ നമ്മൾ വാങ്ങിക്കുമ്പോ ഓക്കെ, വാങ്ങിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, AED എന്ത് ചെയ്യുവാണ്, INR കൊടുത്ത് വാങ്ങിക്കുവാണ്. ഓക്കെ, അതിനു പകരം ഈ ഒരു കറൻസി പെയർ ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നു, AED കൊടുത്തിട്ട് INR ഹോൾഡ് ചെയ്യുന്നു. മനസ്സിലായോ? EUR/USD എന്ന് പറയുമ്പോ നമ്മള് USD കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, USD കൊടുത്തിട്ട് യൂറോ വാങ്ങിക്കുന്നു. ബൈ ചെയ്യാന്ന് പറഞ്ഞാല്, അത് സെല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, USD യൂറോ കൊടുത്തിട്ട് USD വാങ്ങിക്കുന്നു. ഓക്കെ അപ്പൊ അതാണ് കറൻസി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അടുത്തത് പറയാനുള്ളത്, ഇതിൽ തന്നെ 2 ടൈപ്പ് കറൻസി ഉണ്ട് അല്ലെ. നമ്മള് കറൻസി പെയർ പറയുമ്പോൾ 2 ഇല്ലേ. അതിലെ ആദ്യത്തെ കറൻസിനെ വിളിക്കുന്ന പേരാണ് ബേസ് കറൻസി. ഓക്കെ, അതിൽ ആദ്യത്തെ കറൻസിനെ വിളിക്കുന്ന പേരെന്താണ്, ബേസ് കറൻസി. അപ്പോ ഈ ഒരു ബേസ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് AED/INR ഏതാ ബേസ് കറൻസി, എന്തുകൊണ്ടാ? ഫസ്റ്റ് കറൻസി അതായതുകൊണ്ട് അതെന്താണ്, ബേസ് കറൻസി ആണ്. ഓക്കെ, ബേസ് കറൻസി ആണ്. അപ്പൊ EUR/USD ഏതാ കറൻസി, യൂറോ ആണ് ബേസ് കറൻസി അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് പറയുന്നത് സെക്കൻഡ് കറൻസി ദാറ്റ് അപ്പിയേഴ്സ് ഇൻ എ കറൻസി പെയറിനെ അറിയപ്പെടുന്നത് കോഡ് കറൻസി എന്നാണ്. അങ്ങനെയാണെങ്കിൽ AED/INR കോഡ് കറൻസി ഏതാ, യെസ്, ഇവിടെ INR ഇവിടുത്തെ കോഡ് കറൻസി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു കറൻസി പെയറിൽ റേറ്റ് എപ്പോഴും പറയുന്നത് കോഡ് കറൻസിയിലായിരിക്കും. അതായത് ഒരു കറൻസി പെയറിലെ റേറ്റ് എപ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും AED/INR വില എപ്പോഴെങ്കിലും ദിർഹത്തിൽ പറയാറുണ്ടോ? ഇല്ല, എപ്പോഴും INR പറയാ അല്ലെ. അപ്പോ AED/INR എന്ന് പറയുന്ന കറൻസിന്റെ വാല്യൂ പറയുന്നത് കോഡ് കറൻസിയിലായിരിക്കും, അഥവാ INR പറയാം. അങ്ങനെയാണെങ്കിൽ INR AED വാല്യൂ അറിയാവോ? 0.0425 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും ഓൾമോസ്റ്റ് കേട്ടോ. എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിലായിരുന്നു 0.0425. അങ്ങനെ നോക്കാലോ. ഓൾമോസ്റ്റ് ഒരു 23 പോയിന്റ് സംതിങ് ആണ് നിങ്ങൾ 0.425 എന്ന് പറയുന്ന വാല്യൂ, 0.42 ആവറേജ്. ഓക്കെ, ഇപ്പൊ ഈ സമയത്ത് എന്ത് സംഭവിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര AED ആണ് കേട്ടോ, ഇത്ര AED ആണ്, INR അല്ല, ഇത്ര AED. കാരണം എന്താ, AED വാല്യൂലാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞത്, കോഡ് കറൻസി ആരാണ്, അവിടെ AED ആണ് അല്ലെ. അപ്പോ ബേസ് കറൻസി എന്താണ്, ഫസ്റ്റ് കറൻസി ദാറ്റ് അപ്പിയേഴ്സ് ഇൻ എ കറൻസി പെയർ. കോഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെക്കൻഡ് കറൻസി ദാറ്റ് അപ്പിയേഴ്സ് ഇൻ എ കറൻസി പെയർ. ഓക്കെ, കോഡ് കറൻസിന്റെ വാല്യൂലായിരിക്കും ആ ഒരു കറൻസിന്റെ റേറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ EUR/USD എന്ന് പറയുന്ന കറൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.0830 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഏകദേശം ഇതിന്റെ അടുത്താണ് വാല്യൂ വരുന്നത്, 1.0830. ഈ ഒരു വാല്യൂ ഇത്രയും യൂറോ ആണോ അതോ ഇത്രയും US$ ആണോ?
ഇത്രയും യൂറോ ആണോ അതോ അത്രയും ഡോളർ ആണോ? ഇത്രയും ഡോളറാണ്. ഡോളർ ആണ്. എന്തുകൊണ്ടാ? കോഡ് കറൻസിയിലല്ലേ പറയാ? യെസ്, ഇവിടെ കോഡ് കറൻസി ആരാണ്? US ഡോളർ ആണ്. അതുകൊണ്ട് ഇവിടെ കോഡ് കറൻസിയിലാണ് വാല്യൂ കാണിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഓക്കെ. ബേസ് കറൻസി, എന്താണ് കോഡ് കറൻസി എന്നുള്ളത് ക്ലിയർ ആണല്ലോ, റൈറ്റ്? ഇനി അടുത്തത് പറയുന്നത് മേജർ കറൻസി പേഴ്സ്. നമ്മളിപ്പോ പറഞ്ഞ കറൻസി പേഴ്സ് എല്ലാം എന്തുണ്ട്? ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന, വേൾഡിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന 7 മേജർ കറൻസീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ കറൻസീസ് പേഴ്സിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള എന്താണ്? USD. എല്ലാത്തിലും USD ഉണ്ട്. കാരണം USD എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കറൻസി പെയറാണ് USD എന്ന് പറഞ്ഞാൽ. അപ്പോ USD ബേസ്ഡ് കറൻസീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഈ കറൻസി പേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് പല പോർഷനിലും USD കോട്ടായിട്ട് വരുന്നുണ്ട്, പല പോർഷനിലും USD എന്ത് വരുന്നുണ്ട്, ബേസ് കറൻസി. കറൻസി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും കോട്ടായിട്ട് വരുന്നുണ്ട്, അല്ലെ? അങ്ങനെയാണ്. ഇത് ഏതൊക്കെയാ കറൻസി എന്ന് പറയാം. ഇത് യൂറോ, അല്ല യൂറോ അറിയാലോ, യൂറോ അതെ കറൻസി. അതുപോലെ തന്നെ US ഡോളർ, അമേരിക്കൻ ഡോളർ, അല്ലെ? അതെ. അമേരിക്കൻ ഡോളർ ആണ് USD എന്ന് പറയുന്നത്. ദെൻ ഇതേതാ? GBP USD, ഗ്രേറ്റ്. അല്ല ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്സ്, അല്ലെ? GBP എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷ് പൗണ്ടിനാണ് GBP എന്ന് പറയുന്നത്. USD അമേരിക്കൻ ഡോളർ. അഗൈൻ USD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ. CAD എന്ന് പറഞ്ഞാൽ കനേഡിയൻ ഡോളർ ആണ്. ഓക്കെ, കനേഡിയൻ ഡോളറിനാണ് എന്ത് പറയുന്നത്, CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗൈൻ ഫോർത്ത് വണ് USD അമേരിക്കൻ ഡോളർ. JPY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് യെൻ ആണ്. ജാപ്പനീസ് യെൻ കറൻസിക്കാണ് എന്ത് പറയുന്നത്, USD JPY എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ USD CHF ആണ്. CHF എന്ന് പറഞ്ഞാൽ സ്വിസ് ഫ്രാങ്ക് ആണ്. സ്വിസ്സിലെ ഫ്രാങ്കിനെയാണ് എന്ത് പറയുന്നത്, CHF എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളർ, അമേരിക്കൻ ഡോളർ, അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഡോളർ, അമേരിക്കൻ ഡോളർ. ഇത്രയും കറൻസീസ് ആണ് ചെയ്യുന്നത് മേജർ ആയിട്ട് വേൾഡിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന കറൻസീസ്. അപ്പൊ ഈ ഒരു കറൻസി പേഴ്സിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് യൂറോ USD ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന കറൻസി പെയർ. അതിന്റെ ഒരു റീസൺ ലോജിക്കലി തിങ്ക് ചെയ്താൽ മനസ്സിലാവുമോ? എന്തുകൊണ്ടായിരിക്കും യൂറോ USD ഇത്രയും കൂടുതൽ ട്രേഡ് നടക്കാനുള്ള കാരണം? ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട്. അതൊരു റീസൺ. ആൾക്കാർ എന്നുള്ളതിന് പുറമെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ലണ്ടൻ സെഷൻ എന്ന് പറഞ്ഞു, അല്ലെ? അതെ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞു, അല്ലെ? ലണ്ടൻ UK, ന്യൂയോർക്ക് അമേരിക്ക, അല്ലെ? അതെ. അപ്പോ അപ്പോ ഇവിടെ ഈ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് സെഷൻ ത്രൂ ആണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോ ഇത് രണ്ടെന്ന് പറഞ്ഞാൽ വേൾഡിലെ രണ്ട് ഫൈനാൻഷ്യൽ ഹബ്ബുകളാണ്, അല്ലെ? രണ്ട് ഫൈനാൻഷ്യൽ ഹബ്ബുകളാണ്. അപ്പൊ അവര് തമ്മിലുള്ള കറൻസി, അല്ലെ? യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള കറൻസി അത്രയും ട്രാൻസാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും കൂടുതൽ വോള്യം ഉള്ള ഒരു കറൻസി പെയർ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് അങ്ങനത്തെ ഉള്ള കറൻസീസിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറൻസി പേഴ്സ്, ക്രോസ് കറൻസി പേഴ്സ്. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ മേജർ കറൻസി പേഴ്സിലായിരിക്കും കൂടുതൽ ട്രേഡ് ചെയ്യുക. ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി. ക്രോസ് കറൻസി പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് നോൺ യു എസ് ഡി ആയിട്ടുള്ള കറൻസി പേഴ്സിനെയാണ് ക്രോസ് കറൻസി പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ യൂറോ ക്രോസസ് ഉണ്ട്, പൗണ്ട് ക്രോസസ് ഉണ്ട്, യെൻ ക്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കറൻസി പേഴ്സിലൊന്നും ട്രേഡ് ചെയ്യാൻ നോക്കുന്നില്ല. വോളിയംസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് എക്സോട്ടിക് കറൻസി പേഴ്സ്. എക്സോട്ടിക് കറൻസി പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, അല്ലെ? പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് കൺട്രീസിന്റെ കറൻസീസ് തമ്മിൽ പെയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ USD INR എന്താണ്,
ഒരു എക്സോട്ടിക് കറൻസി പെയർ ആണ്. എന്തുകൊണ്ടാ? മീൻസ് അത് അധികം ട്രാൻസാക്ഷൻ ഇല്ലാത്തത് കൊണ്ട്. ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇത് രണ്ട് കൺട്രീസ് എന്താണ്, ഒരു കൺട്രി ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രിയാണ്, ഒരു കൺട്രി എന്താണ് ഡെവലപ്ഡ് ആയ കൺട്രിയാണ്. ഓക്കെ, അപ്പോ ആ ഒരു ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ എക്സോട്ടിക് കറൻസി പെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. നെക്സ്റ്റ് ആണ് വരുന്നത് പിപ്പ്. പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? ഒരാളുടെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് നമുക്ക് ഏത് മെഷർമെന്റില്? സെന്റിമീറ്ററിൽ എടുക്കാം, അതെ, ഇഞ്ചിലെടുക്കാം, മീറ്ററിലെടുക്കാം, അല്ലെ? അപ്പോ ഫോറക്സില് കറൻസി പെയേഴ്സിന്റെ ചേഞ്ച് ഇൻ വാല്യൂസ്, ഓക്കെ, അതായത് ഒരു കറൻസി പെയർ ഇന്നൊരു പ്രൈസിൽ നിന്ന് ഇന്നൊരു പ്രൈസിലോട്ട് പോയി, അത് എത്ര മൂവ്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പൈസയിൽ പറയാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഫിൽസിൽ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ രൂപയിലോ ദിറംസിലോ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത്രക്ക് കറൻസി പെയർസ് ഉണ്ട് അല്ല, ഇവിടെ ഒരുപാട് കറൻസി പെയർസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മൂവ്മെന്റ്സ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ വേണം. ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂക്കാണ് പിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പിപ്പിനെ പെർസെന്റേജ് ഇൻ പോയിന്റ്സ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, പിപ്പ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഇൻ പോയിന്റ് എന്നാണ്. ഇതിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ മെഷർ ഓഫ് ചേഞ്ച് ഇൻ വാല്യൂ, എ മെഷർ ഓഫ് എ ചേഞ്ച് ഇൻ വാല്യൂ ഇൻ എ കറൻസി പെയർ. ഒരു കറൻസി പെയറിലെ ചേഞ്ച് ഇൻ വാല്യൂ, അല്ലെ, വാല്യൂ ചേഞ്ച് അതിന്റെ ഇതിനെയാണ് എന്ത് പറയുന്നത്? പിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു യൂറോ USDന്റെ എക്സാമ്പിൾ പറയാം. 1.08350 എന്ന് പറയുന്ന ഒരു വാല്യൂയിൽ നിന്നും 1.08450 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് എന്ത് ചെയ്തു? മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ എത്ര പോയിന്റാ? ഇവിടെ ആദ്യം 0.00100 അല്ലെ? ഇതാണ് അതെ, ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? അത് തന്നെ സബ്ട്രാക്ട് ചെയ്യുന്ന അവിടുത്തെ ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോ ഇതിലെ പിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് USD പെയേഴ്സിന് എന്താണ് ഫോർത്ത് ഡെസിമൽ പ്ലേസ്. ഇവിടുത്തെ ഡെസിമൽ പ്ലേസ് ഇപ്പൊ കറന്റ് ഇവിടെയാ ഉള്ളത്, അല്ലെ? കറന്റ് അവിടുത്തെ ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലാണ്. അതിനെ ഞാൻ മാറ്റിയിട്ട് ആദ്യം ഒരു സ്ഥാനം മാറ്റുമ്പോൾ ഇങ്ങോട്ട് വരും, 2 വരും, 2 ഇപ്പുറത്ത് വരും, 3 വരും, 4 വരും, അല്ലെ? ഫോർത്ത് ഡെസിമൽ പ്ലേസ്. ഇവിടെ 4 കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇത് എത്ര വാല്യൂ? 10 ആണ്, അല്ലെ? ഇവിടുത്തെ അതെ. പിപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 350 നിന്നും 0.8 360 പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര വാല്യൂ? ഇവിടുന്ന് മാറിയത് വെറും എത്രയാ? 10 പോയിന്റ് ആണ്, അല്ലെ? 10 അതെ, പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു 1 പിപ്പാണ്. ഓക്കെ, അതെ. 1 പിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? 10 പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഈ 10 പോയിന്റ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? പിപ്പറ്റ് എന്നുള്ള രീതിയിൽ വിളിക്കും. ഓക്കെ, അപ്പൊ പിപ്പെട്ട്. പിപ്പറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഫോർ JPY പേയേഴ്സിന് നമുക്കറിയാം 150.50 അങ്ങനെയുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 150.60 ആയി കഴിഞ്ഞാൽ എത്ര പിപ്പാ? ഇവിടെ സെക്കൻഡ് ഡെസിമൽ പ്ലേസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം, അല്ലെ? അവിടെ എന്തായി? അതെ, 50 നിന്ന് 60 മാറുമ്പോ അത് 10 പിപ്പാണ്, അല്ലെ? അവിടെ 10 പിപ്പറ്റ് അല്ലാതെ 10 പിപ്പായിട്ട് തന്നെ അത് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഓക്കെ, JPY പേയേഴ്സിന് നമുക്ക് എന്താണ് സെക്കൻഡ് ഡെസിമൽ പ്ലേസ് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? എന്താണ് പിപ്പ് എന്നുള്ളത്? നമ്മളിത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചാർട്ടിൽ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഒരു 10 പോയിന്റ് മാറുന്ന സമയത്ത് എങ്ങനെയാണ് കാൽക്കുലേഷൻ എടുക്കുക എന്നുള്ളതും അത് എന്താണ് പിപ്പ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് പിപ്പറ്റ് എന്താന്ന് പറയണം, അല്ലെ? പിപ്പറ്റ് ഞാൻ ഓക്കെ. അടുത്ത പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ രൂപ പൈസ എന്ന് പറയുന്ന ഡിഫറൻസ് ഇല്ലേ? അതായത് 10 പിപ്പറ്റ് ആണ് ഒരു പിപ്പ്. അതേപോലെ 10 പിപ്പ് ആണ് 100 പിപ്പറ്റ്. മനസ്സിലായി. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അതാണ് പിപ്പറ്റിനെ കുറിച്ച് പറയാനുള്ളത്, പിപ്പ് ആൻഡ് പിപ്പറ്റ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവറേജ് ആണ്. ലെവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ an ability to
ട്രേഡ് എ ലാർജ് എമൗണ്ട് ഓഫ് മണി റിലേറ്റഡ് ടു യുവർ അക്കൗണ്ട് സൈസ്. അക്കൗണ്ട് സൈസിനേക്കാളും വലിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ ക്യാപിറ്റൽ $5000 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു എമൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്തായി? അതിനെ ലെവറേജ് എന്നാണ് വിളിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് അല്ലെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലോൺ ലോൺ ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് 1,00,000 രൂപയുടെ ഒരു പ്ലോട്ട് ഉണ്ട്. ഓക്കെ, 1,00,000 രൂപയുടെ ഒരു പ്ലോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 1,10,000-ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിൽക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ അടുത്ത് 50 ലക്ഷം ഉള്ളൂ. അപ്പോൾ 50 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 50,000 50,000 ആണ്. ഓക്കെ ഓക്കെ 50,000 നിങ്ങളുടെ കയ്യിലുണ്ട്. 50,000 നിങ്ങൾ എന്ത് ചെയ്തു? ബോറോ ചെയ്തു അല്ലെ? ആരുടെങ്കിലും കടം മേടിച്ചു. ഓക്കെ, അപ്പോ ഈ കടം മേടിച്ച 50,000 കൂട്ടിയിട്ട് നിങ്ങൾ 1,00,000 രൂപയുടെ പ്ലോട്ട് മേടിക്കുകയും അത് 1,10,000-ന് വിൽക്കുകയും ചെയ്തു. ഓക്കെ, 1,10,000-ന് വിൽക്കുകയും ചെയ്ത് നിങ്ങൾ ബാക്കി എന്ത് ചെയ്യുന്നു? 50,000 എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കുന്നു അല്ലെ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ബാക്കി 50,000 ഉണ്ടായിരുന്ന നിങ്ങളുടെ അടുത്ത് 60,000 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ലെവറേജിങ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു? 50,000 എടുത്ത് അതിൽ നിന്ന് ലെവറേജ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ച പ്ലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? 1,00,000-ന് പോലും വിൽക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് 90,000-നെ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 50,000 എന്ത് ചെയ്യണം? ആൾക്ക് തിരിച്ചു കൊടുക്കണം അല്ലെ? അവിടെ നിങ്ങൾക്ക് 10,000 നഷ്ടം. നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്രയേ ഉള്ളൂ? 40,000-മേ ഉള്ളൂ. അപ്പോ ഈ ലെവറേജ് തന്ന ആൾക്ക് ഇതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇവിടെ പല ആൾക്കാരും $100 ക്യാപിറ്റൽ ഇട്ടിട്ട് $1,000 സാധനം മേടിക്കും. ഓക്കെ, $1,000 സാധനം മേടിക്കും. എന്നിട്ട് $1,000 സാധനം 10% കുറഞ്ഞ് $900 എത്തിക്കഴിഞ്ഞാൽ അവരുടെ എന്ത് ചെയ്യും? അവരുടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ തീരും. $900 എന്ത് ചെയ്യും? തിരിച്ച് ബ്രോക്കർ എടുക്കും. ഓക്കെ, ഇത് ലോസ് ആകത്തുള്ളൂ അതോ അതിൽ കുറവോ? എങ്ങനെ $900 ആവുമെന്ന് പറഞ്ഞില്ലേ ലോസ്? യെസ്, ക്യാപിറ്റല് $900 ആകുമ്പോൾ എന്ത് ചെയ്യും? ക്ലോസ് ആവും. ട്രേഡ് ക്ലോസ് ആവും. ക്ലോസ് ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവും. ഓക്കെ, അതിനെ ലിക്വിഡേഷൻ എന്നാണ് പറയാ. ലിക്വിഡേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ലിവറേജ് തരുന്ന ആൾക്ക് ഇല്ല. ലിവറേജ് തരുന്ന ആൾക്ക് ഒന്നും പോകത്തില്ല, നഷ്ടം വരത്തില്ല. ഓക്കെ, അത് ബ്രോക്കർ തരുന്ന ഒരു എബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ ഡബിൾ എഡ്ജഡ് സ്വാഡ്. ഇരുതല മൂർച്ച ഉള്ള ഒരു വാളാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തന്നെ ദേഹത്ത് മുറിവാവും. ഓക്കെ, അപ്പൊ നമ്മളത് എന്ത് ചെയ്യും? നമ്മളത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ പറയും. ഇപ്പൊ ഫോറക്സ് ബ്രോക്കേഴ്സ് പൊതുവെ 1:100 മുതൽ 1:500 വരെ ലെവറേജ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയും വലിയ ലെവറേജ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫോറക്സ് ലോട്ട് സൈസ് ആണ്. അപ്പോൾ ഫോറക്സ് ലോട്ട് സൈസിൽ നമുക്കറിയാം ഇവിടെ ക്വാണ്ടിറ്റീസ് ആയിട്ടല്ല നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മളിവിടെ യൂണിറ്റ്സും അതിന് സ്റ്റാൻഡേർഡ് ലോട്ടും എന്നുള്ള രീതിയിലാണ് വാങ്ങിക്കുന്നത്. ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഒരു ഡസൺ 12 അല്ലെ? ആരാ 10 പറഞ്ഞു? ഓക്കെ, അപ്പോ ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാ? 12 അല്ലെ? നമുക്കറിയാം 12 ആണ്. അതുപോലെ തന്നെയാണ്, അതേ സെയിം പോലെ തന്നെയാണ് നമുക്ക് ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര യൂണിറ്റ് അല്ലെ? ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതുപോലെ ഈ ലോട്ട് കാൽക്കുലേഷനും അങ്ങനെ തന്നെയാണ്. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് മെത്തേഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 100,000 യൂണിറ്റ്സ് അല്ലെങ്കിൽ 1,00,000 യൂണിറ്റ്സ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഞാൻ പറയുവാണ് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട്
യൂറോ USD ഞാൻ ബൈ ചെയ്യുവാണെങ്കിൽ അത് എത്ര ക്വാണ്ടിറ്റിയാ? എത്ര യൂറോ USD ആണ്? ഏതാണ് സാറേ ഒന്നുകൂടി പറയുക? അതായത് ഒരു ലോട്ട് 100,000 യൂണിറ്റ്. ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ 100,000 യൂണിറ്റ്. ഒരു ലോട്ട് യൂറോ USD ഞാൻ ബൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്റെ കയ്യിൽ എന്തുണ്ട്? 1,00,000 യൂറോ എന്റെ കയ്യിലുണ്ട് അല്ലെ? അതും USD കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? യൂറോ വാങ്ങിച്ചത് വാങ്ങിയത്. അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1,00,000 ഒരു യൂറോക്ക് എത്ര കൊടുക്കണം? 1.08350 എന്ന് പറയുന്ന റേറ്റ് കൊടുക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് 1,00,000 വാങ്ങിക്കുമ്പോ എത്ര എമൗണ്ട് വേണം? ഒരു എത്ര വേണ്ടി വരും? 1 മില്യൺ, 1 മില്യൺ 10 മില്യൺ, 8,300. ഇവിടെ ഒരു 5 പൂജ്യം അങ്ങോട്ട് മാറ്റിയിട്ടാ മതി. അല്ലെങ്കിൽ 5 പോയിന്റ് അല്ലെ? നമുക്ക് 1,00,000 എത്ര പോയിന്റ്? 0 5 0 അല്ലെ? 1 മാറ്റുന്നു, 2 മാറ്റുന്നു, 3 മാറ്റുന്നു, 4 മാറ്റുന്നു, 5 മാറ്റുന്നു. ഇവിടെ ഇത്രയും ഈ 0 ഒഴിവാക്കിയുള്ള അത്രയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, 108,350. ഇത്രയും ഉണ്ടെങ്കിൽ വിത്തൗട്ട് ലെവറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. ഓക്കെ, വിത്തൗട്ട് ലെവറേജ്. ഇനി ഒരു 1:500 ലെവറേജ് ഉള്ള ഒരു അക്കൗണ്ടിൽ നമുക്കൊരു $220 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോട്ട് വാങ്ങിക്കാം. അതെ. ഓക്കെ, $220 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിക്കാം. ഇത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 1:500 ലെവറേജ് ഉള്ള ഒരു ബ്രോക്കറിൽ. അപ്പോ ഇവിടെ ലോട്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നെന്ന് വിചാരിച്ചിട്ട് നേരെ ഒരു യൂറോ എന്ന് വിചാരിച്ച് ചാടി കയറി എടുക്കരുത്. ഇത് 100,000 യൂണിറ്റ്സ് ആണ്. ഇത്രയും യൂണിറ്റിനുള്ള മൂവ്മെന്റ് എന്ത് ചെയ്യും? ഇവിടെ വരും അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 50,000 ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് 50,000 യൂണിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ലോട്ട് സൈസ് ചെറുതാക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ലോട്ട് 0.5 മാറ്റുന്നു അല്ലെ? എനിക്കൊരു 10,000 ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ 0.1 വാങ്ങിക്കുന്നു. നമുക്ക് 1000 ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ 0.01 അടിക്കുന്നു അല്ലെ? നമ്മള് ഫ്രാക്ഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ഇവിടെ ഒരു 120,000 യൂണിറ്റ്സ് വാങ്ങിക്കണമെങ്കിൽ 1.2 ലോട്ട് വാങ്ങിക്കാൻ പറ്റും അല്ലെ? 150,000 യൂണിറ്റ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ലോട്ട് മേടിക്കാൻ പറ്റും. അത് ഫ്രാക്ഷണൽ ആയിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലോട്ട് സൈസസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ടോപ്പിക് ആണ് പിപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല്. ഞാനിപ്പോ ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1.08350 എന്ന് പറഞ്ഞു അല്ലെ? പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിപ്പ് എന്ന് പറഞ്ഞാൽ 1.08. ഒരു പിപ്പ് കൂടിക്കഴിഞ്ഞാൽ 350 ഉള്ളത് എത്രയാവും? 350 ഉള്ളത് ഒരു പിപ്പ് കൂടിക്കഴിഞ്ഞാൽ 360 ആവും അല്ലെ? 10 പിപ്പറ്റ് വരും അല്ലെ? 10 പിപ്പറ്റ് ആണ് ഒരു പിപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു പിപ്പാണ് മൂവ് ആയത് അല്ലെ? 1 പിപ്പാണ് മൂവ് ആയത്. അപ്പോ പിപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ഒരു പ്രൈസില് ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് ബൈ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 ആണ്. ഓക്കെ, ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ എനിക്ക് $10 ആണ്. അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്കൂ. കാരണം ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.00010 ആണ് അല്ലെ? അതായത് 0 കഴിഞ്ഞ് 0.00010 ആണ്. അതിനെ നിങ്ങൾ 100,000 യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. എത്ര വരിക? 10 ആണ് വരിക, 10 ആണ് വരിക അല്ലെ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ പിപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോ $10. അതായത് ഒരു ലോട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഒരു പിപ്പിന്റെ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര പ്രോഫിറ്റ്? $10 പ്രോഫിറ്റ് ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ?
യെസ് സർ. എന്താണ് പിപ്പ് വാല്യൂ എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, ആണ്. മൈക്രോ വാല്യൂന്റെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഓക്കെ, മൈക്രോ വാല്യൂസിനൊന്നും നോക്കണ്ട, മൈക്രോയിലോട്ടും മിനിയിലോട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങളാണ് ബേസിക്സിൽ പറയാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്പീഡിൽ പറയാം, എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഇപ്പോ പിപ്പ് വാല്യൂ എന്താന്നുള്ളത് പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ സ്പീഡിൽ വരുവാണെങ്കിൽ എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ അത് ഓക്കെ ഒരു ഡേയിൽ തന്നെ പോവാം. ബേസിക്സ് ഓഫ് ഫോറക്സ് പറഞ്ഞു, എന്താണ് ഫോറക്സ് എന്ന് പറഞ്ഞു. ഫോറക്സ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ബ്രോക്കേഴ്സ്, ഹെഡ്ജ് ഫണ്ട്സ്, സ്പെക്കുലേറ്റേഴ്സ്, ബാങ്ക്സ്, റീറ്റെയിൽ മാർക്കറ്റ്സ് പാർട്ടിസിപ്പൻസ്. ദെൻ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഫോറക്സ് മാർക്കറ്റ് ഹവേഴ്സ് പറഞ്ഞു, ഏതൊക്കെയാണ് ഫോറക്സ് സെഷൻസ് എന്ന് പറഞ്ഞു അല്ലെ. അതെ. നെക്സ്റ്റ് ആണ് പറഞ്ഞത് കറൻസി പെയേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ അതിലെ ബേസ് കറൻസി എന്താണ്, കോഡ് കറൻസി എന്താണെന്നുള്ളത് പറഞ്ഞു. ദെൻ പറഞ്ഞത് മേജർ കറൻസി പേയേഴ്സ്, അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന കറൻസി പേയേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ദെൻ ക്രോസ് കറൻസി പേയേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. എക്സോട്ടിക് കറൻസി പേയേഴ്സ് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞത് പിപ്പ് എന്താണ്, പിപ്പറ്റ് എന്താണ്, ലെവറേജ് എന്താണ്, ഫോറക്സ് ലോട്ട് സൈസസ് എന്താണ്, പിപ്പ് വാല്യൂ എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞത്. ഈ ഒരു അതെ, അതെ. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് നമ്മള് ഈ റെക്കോർഡ് സെഷന്റെ ഇത് നമുക്ക് നാളെ ഈവനിങ് ആകുമ്പോഴത്തേന് കിട്ടും. നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഇല്ല, അപ്പൊ ആ ഒരു സമയത്ത് റെക്കോർഡർ ഒന്നും കൂടെ കാണുക. അതൊരു ശീലമാക്കിയിട്ട് മാറ്റുക, തലേ ദിവസം എടുക്കുന്ന ക്ലാസ്സസ് നെക്സ്റ്റ് ഡേയിൽ കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സീ യു ടുമോറോ. താങ്ക് യു. ഓക്കെ നോട്ട് സർ. ഓക്കെ ടുമോറോ, സർ. ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ വാട്സപ്പിൽ. സാറ്റർഡേ അല്ലേ സാറേ? യെസ്, നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ വരുന്നത്. ഓക്കെ 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 സർ. ഓക്കെ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ.